ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ രണ്ട് വാക്യങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ഒരു മർമ്മം കിടപ്പുണ്ട്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു. യേശു പിതാവുമായി സത്തയിൽ ഒന്നാണ്. സബ്സ്റ്റൻസിൽ അവർ രണ്ടുപേരും ഒന്നാണ്, ഒരു ദൈവമാണ്. രണ്ട് വ്യക്തികളാണെങ്കിലും അവർ സത്തയിൽ ഒന്നാണ്, ഒരു ദൈവമാണ്, ദൈവത്വത്തിൽ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും തമ്മിൽ വേർപിരിക്കാനാവാത്ത ഒരു ആഴമായ ആ ഐക്യമുണ്ട്, യൂണിയനുണ്ട്, യൂണിറ്റിയുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ, ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ, സത്യത്തിൽ പിതാവിൽ നിന്ന് ഉള്ള ഒരു വേർപെടൽ ദൈവത്വത്തിൽ വേർപെട്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ പരിമിതികളുള്ളതുകൊണ്ട്, അവൻ്റെ മാനുഷിക പരിമിതിയിൽ അവൻ്റെ ദൈവത്വം ആ ദൈവത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിലനിൽക്കേണ്ടവൻ മനുഷ്യൻ്റെ പരിമിതികൾ ഏറ്റുവാങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു ഏറ്റെടുത്ത ഒരു ശൂന്യതയുണ്ട് അവിടെ. അവൻ ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ്. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എന്നാണ്. അപ്പോൾ എപ്പോഴും പിതാവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ അവൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിൽ പരിമിതികളില്ലാതെ ആയിരിക്കാനുള്ള ഒരു ആന്തരിക പ്രേരണ, ഒരു പ്രഷർ, പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ ആ പ്രഷർ യേശുവിലുണ്ട്. അതാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി. അപ്പം ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എ പുൾ അപ്പ് വേർഡ് എന്നാണ്. മുകളിലേക്ക്, പിതാവ് മുകളിലേക്ക് പിടിക്കുന്ന ഒരു പ്രഷർ, അല്ലെ പിതാവിൻ്റെ പക്കൽ ആയിരിക്കാനുള്ള ആഗ്രഹം, പരിമിതികളില്ലാതെ ആയിരിക്കാൻ. മറുവശത്ത് രണ്ടാമത്തെ വായിച്ച വാക്യം, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ സ്നേഹം പോലെ അല്ല. നമ്മുടെ സ്നേഹത്തിന് എപ്പോഴും ഒരു പരിധിയുണ്ട്. ഈ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനെയാണെന്ന് യോഹന്നാനാണ് എഴുതിയത്. പത്രോസാണ് സുവിശേഷം എഴുതിയതെങ്കിൽ പത്രോസ് പറഞ്ഞേനെ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന്. അന്ത്രയോസ് ആണെങ്കിൽ അന്ത്രയോസ് പറഞ്ഞേനെ. കാരണം എന്തെന്നറിയാമോ? ഓരോരുത്തരും യേശുവിനാൽ സ്നേഹിക്കപ്പെടുമ്പോൾ അവർക്ക് തോന്നും അവരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ അത്രയും ആഴമായിട്ടാണ് ക്രിസ്തു സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം പോലെ അല്ലത്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്നേഹം അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിന് അങ്ങനെയല്ല. അവൻ അവസാനം വരെ സ്നേഹിച്ചു തനിക്ക് സ്വന്തമായുള്ളവരെ, അൺ ടു ദ ലാസ്റ്റ്. എന്ന് പറഞ്ഞാൽ എല്ലാ പരിധികളും വിട്ട് എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയും സ്നേഹിക്കും. അപ്പം അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തൻ്റെ സഹോദരന്മാരെ വിട്ട് പോകാനുള്ള ഒരു മടിയുണ്ട്. അതിനെ ഞാൻ വിളിക്കുന്നത് എ പുൾ ഡൗൺവേർഡ് എന്നാണ്, താഴേക്കുള്ള ഒരു പ്രഷർ. അതായത് പിതാവിൻ്റെ അടുത്തായിരിക്കണം, തൻ്റെ സഹോദരന്മാരെ വിട്ടുപിരിയാനും വയ്യ. ഇങ്ങനെ രണ്ട് പ്രഷറുകൾക്ക് നടുവിൽ നിൽക്കുന്ന ക്രിസ്തു ഇതിന് കണ്ടെത്തിയ ഒരു പരിഹാരമാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക എന്നത്. അതായത് ഒരേ സമയത്ത് പിതാവിൻ്റെ അടുത്തായിരിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും കൂടെ അവരുടെ ഉള്ളിലും വസിക്കാൻ, ദിവ്യകാരുണ്യമായി അവരുടെ ഉള്ളിലും വസിക്കാൻ യേശു എടുക്കുന്ന ഒരു തീരുമാനമാണ് വിശുദ്ധ കുർബാന. ഈശോ തൻ്റെ സ്നേഹം നമ്മളോട് കാണിക്കാൻ എടുത്ത ഒരു തീരുമാനമായിട്ട് കാണുമ്പോൾ അതിനകത്തെ ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ കൂടെ ആയിരിക്കാൻ യേശു എന്തുമാത്രം ആഗ്രഹിച്ചു. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നമുക്ക് നമ്മുടെ കൂടെ ആയിരിക്കാൻ യേശു എത്രമാത്രം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാനയാവാൻ അവൻ്റെ അനന്ത ജ്ഞാനത്തിൽ തീരുമാനിച്ചത്. നമുക്കൊരിക്കലും എക്സ്പ്ലോർ ചെയ്തോ മനസ്സിലാക്കിയെടുത്തോ നമുക്കൊരിക്കലും അത് അങ്ങ് പൂർണ്ണമായിട്ട് കിട്ടില്ല. ഈ ഈശോ അങ്ങനെ കുർബാനയാവാൻ ദൈവമല്ലേ, ദൈവം അപ്പമായി നമ്മുടെ കൂടെ ജീവിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വരുന്നു. അതായത് മനുഷ്യനോട് ദൈവം അത്രയും
ഒട്ടിയിരിക്കാൻ ആഗ്രഹിച്ചു എന്ന ആ സ്നേഹമാണ് ഈ ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നത്. അത്താഴ സമയത്ത് പിശാച് ശിമെയോൻ്റെ പുത്രനായ യൂദാസ് കറിയാത്തോയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിപ്പിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. 2-3 കാര്യങ്ങൾ കാണാനുണ്ട്. ഒന്നാമത്തേത്, യോഹന്നാൻ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നമുക്ക് എഴുതിയിട്ടില്ല. ഇവിടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് മറ്റ് സുവിശേഷകർ എഴുതിയിട്ടുണ്ട്. അപ്പം എടുത്തു വാഴ്ത്തി, അത് പറഞ്ഞിട്ടില്ല. അന്ത്യത്താഴ മേശയിൽ വെച്ച് യേശു കുർബാന സ്ഥാപിക്കുന്നത് യോഹന്നാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താ പറയാത്തത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഈ ഏകദേശം AD 90 കഴിഞ്ഞിട്ടാണല്ലോ യോഹന്നാൻ എഴുതുന്നത്. അപ്പോഴേക്കും കുർബാന സഭയിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈശോ ഇനി കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ച് വീണ്ടും യോഹന്നാൻ പറയേണ്ട കാര്യമില്ല. കാരണം മറ്റ് സുവിശേഷകന്മാരത് പറഞ്ഞിട്ടുമുണ്ട്. ഓൾറെഡി കുർബാന എല്ലാവരുടെയും ഉള്ളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഈശോ കുർബാന സ്ഥാപിച്ചു എന്ന് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് പകരം, അത് വിവരിക്കുന്നതിന് പകരം യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ? യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കുർബാനയുടെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നാണ്. എന്താണ് കുർബാനയ്ക്ക് യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരുന്ന അർത്ഥം? ഒന്നാമത്തെ അർത്ഥമെന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന എന്നത് പാദം കഴുകാനുള്ള ഒരു വിളിയാണ്. അതായത് കുർബാനയിൽ പങ്കെടുക്കുന്നവരും യേശുവിനെ സ്വീകരിക്കുന്നവരും ശുശ്രൂഷകരാണ്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ്, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കാനുള്ളവരല്ല. ദാസനെ പോലെ താഴ്ന്ന് മറ്റുള്ളവരെ ബഹുമാനിച്ച് ആ കുർബാനയുടെ ഭാവം പ്രകടമാക്കണം. അതാണ് ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. നിങ്ങളിൽ ഏറ്റവും വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാവണം, ദാസനാവണം. ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ എപ്പോഴും കുർബാനയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ ഹ്യൂമിലിറ്റിയാണ്. ആ പാദം കഴുകാനുള്ള സന്നദ്ധത, ശുശ്രൂഷിക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സമയം, ആരോഗ്യം, പണം, നമ്മുടെ അറിവ് ഇതെല്ലാം പകർന്നു കൊടുക്കാനുള്ള, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു സന്നദ്ധത. അതാണ് ഇവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട്, അവസാനം വരെ സ്നേഹിക്കാനുള്ള വിളിയാണിത്. അത് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അവസാനം വരെ എന്ന് പറഞ്ഞാൽ, ഈ സ്നേഹിക്കുന്നതിന് മനുഷ്യനെപ്പോഴും കാരണങ്ങൾ വേണം. സ്നേഹിക്കുന്നത് അവസാനിക്കും എപ്പോഴാണ്? സ്നേഹിക്കാനുള്ള കാരണങ്ങൾ ഇല്ലാതാവുമ്പോൾ. ഒരു കാരണങ്ങളും ഇല്ലെങ്കിലും സ്നേഹിക്കണം എന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ക്ഷണം. എന്ന് പറഞ്ഞാൽ കാരണങ്ങളില്ലാതെ സ്നേഹിക്കുക. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? സ്നേഹിക്കാൻ കൊള്ളാത്തവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണത്. അതായത് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്ന് അറിയുന്നത്, അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് സ്നേഹിക്കപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ല, അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നു. അയാൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് പെരുമാറുന്നത്, അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നു. അയാൾ നമ്മളെ വേദനിപ്പിക്കുന്ന പ്രകൃതമാണ്, അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ അതാണ് അവസാനം വരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ എപ്പോഴും ഒരാൾ കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അയാൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം അയാളുടെ തീരുമാനമല്ല, സ്നേഹം അയാളുടെ മറ്റുള്ളവരുടെ സ്വഭാവത്തോട് കാണിക്കുന്ന പ്രതികരണമല്ല, സ്നേഹം അയാളുടെ ക്യാരക്ടറാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, സ്നേഹം അയാൾ ഒരു ഡിസിഷൻ മേക്കിങ് സ്നേഹിക്കുന്നതല്ല, ഇയാളെ സ്നേഹിച്ച് കളയാം, അങ്ങനെയല്ല. സ്നേഹം മറ്റേയാൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അതിനോടുള്ള പ്രതികരണമല്ല, മറിച്ച് സ്നേഹം അയാളുടെ ക്യാരക്ടറാണ്. അയാൾ സ്നേഹമായതുകൊണ്ടാണ് അയാൾ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവസാനം വരെ സ്നേഹിക്കാനുള്ള ഒരു നിക്ഷേപമാണ് കുർബാനയിലൂടെ ഈശോ നമുക്ക് തരുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു രണ്ടാമത്തെ അർത്ഥം. മൂന്നാമതായിട്ട്, ഇവിടെ ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് യേശു നമ്മളെ കഴുകുകയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ സ്വയം കഴുകാൻ പറ്റില്ല, ഞാൻ കഴുകിയില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ കഴുകേണ്ടത്. നമ്മൾ എത്രത്തോളം നമ്മളെന്തെല്ലാം ചെയ്ത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും
ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ കഴുകേണ്ടത്. അതാ ഈശോ പത്രോസിനോട് പറയുന്നത്, ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അപ്പം അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. കുർബാനയ്ക്ക് മുമ്പുള്ള നമ്മുടെ അനുതാപം, കുമ്പസാരം, നമ്മൾ വിശുദ്ധിയോടുകൂടി യേശുവിനെ സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു മാതൃകയാണ് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത്. ഇനി നാലാമതായിട്ട് ഈശോ പറയുകയാണ്, ഇത് സഭയ്ക്ക് ഒരു മാതൃകയാണ്. ഞാൻ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുന്നു. നമുക്ക് കുർബാന ഒരാചാരമല്ല, ഒരു ജീവിത ശൈലിയാണ്. ഞാനൊന്നുകൂടെ പറയാം, കുർബാന നമുക്കൊരു റിച്വൽ അല്ല, മറിച്ച് ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്നവർ കുർബാനയുടെ ജീവിതം നയിക്കണം എന്നതിന് യേശു ഒരു മാതൃക തരികയാണ്. നമ്മളിന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, വിശുദ്ധ കുർബാനയുടെ പേരിൽ എന്തോരം തല്ല നമ്മുടെ ഇടയിൽ നടക്കുന്നത്. എന്തൊരു ഓപ്പോസിറ്റ് വിറ്റ്നസിങ് ആണിത്. ഇതൊരു ശരിക്കും എന്തൊരു വലിയ സ്കാൻഡലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാക്ഷ്യമാവുന്നില്ല എന്ന് മാത്രമല്ല, ഭയങ്കര സ്കാൻഡലല്ലേ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന കാര്യം, ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പോലെയുള്ള ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മളെത്തി. അതായത് നമ്മളെ ആരാണ് ഉപദേശിക്കുന്നത്? അതായത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിയല്ല. അദ്ദേഹം ബൈബിൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പലരും വായിക്കുന്നതിനൊക്കെ കൂടുതൽ അദ്ദേഹം ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിതാക്കന്മാർക്ക് അതേ ഉപദേശം കൊടുക്കുകയാണ്, അച്ഛന്മാർക്ക് അതേ ഉപദേശം കൊടുക്കുകയാണ്. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ആ ഗതികേടിലേക്ക് നമ്മളെത്തി. അതായത് കുർബാന സ്വീകരിക്കുന്ന നമ്മൾ തല്ല് കൂടുകയാണ്. കുർബാന കഴിഞ്ഞ് കുർബാനയ്ക്ക് വേണ്ടി തല്ല് കൂടുകയാണ്. കുർബാന എങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് തല്ല് കൂടുകയാണ്. നമ്മളെ പിശാച് കൊണ്ടുവന്ന് എത്തിച്ച ഒരു അധപ്പതനം നിസാരമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്തൊരു നാണക്കേടാണിത്, എന്തൊരു നാണക്കേടാണ്. ഇനി നാളെ ഒരു സമയത്ത് കുർബാനയ്ക്ക് വേണ്ടി തല്ലുകൂടാൻ നിങ്ങളുടെ ഉള്ളിലൊരു പ്രേരണ വരികയാണെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ ക്രിസ്തു മതത്തിന്, യേശു ക്രിസ്തുവിന് ഒരു അപമാനം ആവരുത്. അല്ല, എൻ്റെ നിലപാട് ഞാൻ പറയുകയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെന്നറിയാമോ? അതായത് കുർബാനയ്ക്ക് വേണ്ടി വഴക്കുണ്ടാകേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായാൽ അതിലും ഭേദം ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതാണ്. കാരണം വഴക്കുണ്ടാക്കരുതെന്നും സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും മാപ്പ് കൊടുക്കണമെന്നും വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ഒരാളുടെ ശരീരം ഭക്ഷിക്കാൻ വേണ്ടി വഴക്കിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു കോമഡിയാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇത് കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ദിശ മാറിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. ഇത് സത്യത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. പാദം കഴുകുക സഭയ്ക്കൊരു മാതൃകയാണിത്, മാതൃക. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ കുർബാന അർപ്പിക്കാൻ ആരെല്ലാം അതിന് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഒരു ബാധ്യത കൂടിയാണ്. പിടിവാശികൾ നമ്മൾ കളയണം.